ദുബായിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചതാണ് ഗ്ലോബൽ വില്ലേജിൽ ഇപ്രാവശ്യം എന്തായാലും പോകണം, കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ അധികവും ദുബായ് വന്നിട്ടുള്ളത് സമ്മർ ടൈമിലായതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജ്, മിറാക്കിൾ ഗാർഡൻ പോലുള്ള സ്ഥലങ്ങളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ആ ചൂടത്ത് നമുക്ക് ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും അത്ര പോസിബിൾ അല്ലല്ലോ. എന്തായാലും എൻ്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചു എന്ന് പറയാം. അപ്പം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ഗുൽസും വളരെ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഒരുപാട് ലൈറ്റുകൾ കാണാൻ, ഒരുപാട് കാഴ്ചകൾ, ആൾക്കാർ. അപ്പം ആള് ഹാപ്പി, നമ്മൾ സൂപ്പർ ഹാപ്പി. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാനൊരു കുട്ടിയുടെ അമ്മയാണ്, ഒരു വൈഫാണ് എന്നുള്ള തോട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ് ആ ഒരു കാലഘട്ടത്തേക്ക് പോയി. എന്താ രസം! വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയൊരു ഫീലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. എൻ്റെ ലിറ്റിൽ കസിൻസ് ആണെങ്കിൽ പോലും എന്നേക്കാൾ വളർന്നു അവർ. എന്നാലും അവരുടെ കൂടെ ഇന്ന് അവരുടെ ഒരു പ്രായക്കാരിയാവാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രായക്കാരിയാവുന്നല്ല, എൻ്റെ മനസ്സിൽ ഞാനിപ്പോഴും കുട്ടി തന്നെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം നമ്മൾ നിലനിർത്തണം, എന്നാലാണ് നമുക്ക് ആ ഒരു എനർജി ലൈഫ് ലോങ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ കഴിക്കൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറേ പേര് ഗ്ലോബൽ വില്ലേജിലേക്ക് വരുന്നത് വെറും കഴിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ഞാനിപ്രാവശ്യം 2 ഉദ്ദേശമുണ്ട്: കഴിക്കുക, അതുപോലെ പെറുക്കുക. പെറുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറേ കുഞ്ഞു സാധനങ്ങൾ ഒരു സ്റ്റോളിലൊക്കെ മേടിക്കാൻ കിട്ടുമെന്നും പറഞ്ഞു കേട്ടു. അപ്പം അതെല്ലാം ഇങ്ങനെ വാങ്ങിക്കാൻ ഉള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഫസ്റ്റ് പെവീലിയൻ ടർക്കി പെവീലിയൻ ആണ്. അതാണ് നമ്മുടെ എൻട്രൻസിന് ശേഷം കാണുന്ന റൈറ്റ് സൈഡിൽ ഫസ്റ്റ് പെവീലിയൻ. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് ഈ ചെസ്നട്ട് കോൺ ഗ്രില്ല്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മളിവിടെ കഴിക്കൽ ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ടർക്കിഷ് ഐസ്ക്രീം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അത്, നമ്മളെ പറ്റിക്കുന്ന പരിപാടി. അതിനുശേഷം ഈ ഒരു സ്റ്റോള് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കുറേ ഇങ്ങനത്തെ ഒരു ടർക്കിഷ് ഡിസൈൻസിലുള്ള കുറേ ബൗൾസും കുറേ പ്ലേറ്റ്സ്, ട്രേസ്, സെർവിങ് ട്രേ, അങ്ങനെ കുറേ ഗ്ലാസ്സസ്, അങ്ങനെ കുറേ രസമുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ മൗത്ത് ലുക്കിംഗ് ആയിരുന്നു, വെറും വായ നോട്ടം. കാരണം എല്ലാത്തിനും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. സോ അധികവും വായനോട്ടമായിരുന്നു പ്രധാനമായിട്ട് നടന്നത്. പിന്നെ 1-2 സാധനങ്ങൾ ഞങ്ങൾ ഒന്ന് പെറുക്കി. അപ്പോഴേക്കും സതീഷേട്ടൻ ഒരു നല്ല അടിപൊളി ചീസ് കേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഉഷാറ് കിട്ടാൻ, ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഒരു ഉഷാറ് കിട്ടാനായിട്ട് ചീസ് കേക്ക് ഞങ്ങൾ കഴിച്ചു. ഗുൽസുനെ അവിടെ അപ്പോട്ടൻ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ടർക്കി പെവീലിയൻ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു പെവീലിയനാണ്. ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട് അവിടെ. പക്ഷേ ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡൊന്നും ഞാൻ അവിടെ പോയിട്ട് ട്രൈ ചെയ്തില്ല. ഐ മീൻ ഈ ടർക്കിഷ് പെവീലിയനിൽ ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോളാട്ടോ. ഇനി പോകുന്നവർക്ക് ട്രൈ ചെയ്യാം. ഈ ടീരാമീസു ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ടീരാമീസു ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് കഴിക്കാം. എനിക്ക് ഏതോ ഒരു ചേച്ചി, ഈ ടർക്കിഷ് പെവീലിയനിൽ ഒരു ചേച്ചി എന്തോ ഒരു ചൂടുവെള്ളത്തിലൊരു സാധനം കലക്കി തന്നു. ഞാൻ ഒരു ആവേശത്തിൽ ഞാനത് കുടിച്ചു. നമ്മുടെ ചൂയിങ്കം ഇല്ലേ, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും, നല്ല സ്ട്രോബെറി ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അതിനുശേഷം പാകിസ്ഥാൻ പെവീലിയനിലേക്ക് ഒന്ന് കയറി. എനിക്ക് പാകിസ്ഥാൻ പെവീലിയൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അതിൽ മോസ്റ്റ്ലി ക്ലോത്ത്സ് ആണ്. എനിക്ക് തുണിയൊക്കെ കുറച്ച് സമയം നോക്കി കണ്ട് ആസ്വദിക്കാൻ പറ്റാറുള്ളൂ, അപ്പോഴേക്കും ക്ഷമ തീരും കേട്ടോ. പക്ഷേ എൻ്റെ ചേച്ചിമാർ, എൻ്റെ അമ്മ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കേ വന്നില്ല. അവരതിൻ്റെ ഉള്ളിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ അത്ര ക്ഷമയൊന്നുമില്ല ഈ മെറ്റീരിയൽസൊക്കെ നോക്കിയിരിക്കാനായിട്ട്. കുറേ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ നല്ല ക്ഷമ വേണം. പിന്നെ കുറേ സമയം അതിൻ്റെ അകത്ത് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വേഗം ഒരു റൗണ്ട് അടിച്ചിട്ട് എസ്കേപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ചുറോസ് കഴിച്ചു. ചുറോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പാനിഷ് ഡെസേർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ചോക്ലേറ്റ് സോസാണോ ന്യൂട്ടലായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഈ വ്ളോഗ് എടുത്തിട്ട് കുറേ കാലമായി, ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം UAE പെവീലിയൻ കാണാൻ പോയി. ഇവിടെ എനിക്ക് ചെറിയൊരു അമിളി പറ്റി. അമിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊതും അത്രയൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ട് ചെറുതായിട്ടൊന്ന് തല വെച്ച് കൊടുത്തു. എനിക്ക് ഈ പുകയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ സാമ്പ്രാണി, കുന്തിരിക്കം, അപ്പോൾ അങ്ങനെ ഒരു അറബിക് പുകയ്ക്കുന്ന സാധനമുണ്ട്. അതിൻ്റെ പേരും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ക്ഷമിക്കണം. അപ്പോൾ ഈ അറബിക് സാധനം വിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നല്ല മണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അവരിങ്ങനെ ഞാൻ ഈ പെർഫ്യൂം ഫ്രീ തരാം, ആ സാധനം ഫ്രീ തരാം എന്നൊക്കെ പറഞ്ഞ് 100 ദിറംസിന്
എനിക്ക് ഈ കത്തിക്കുന്ന സാധനം തരാൻ പറഞ്ഞു, എലോങ് വിത്ത് ഈ ഫ്രീ ബീസ്. ഞാൻ ആദ്യം വിചാരിച്ചു, ഇത്രയും ഫ്രീ കിട്ടുന്ന സാധനം, ആൻറ്റി കത്തിക്കുന്ന സാധനം 100 ദിർഹം, വെരി ചീപ്പ്. പിന്നെ എൻ്റെ ഏട്ടന്മാരൊക്കെ വന്നിട്ടാണ് പറഞ്ഞത് ഭയങ്കര കത്തിയാണ്, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക അവരെന്ന്. അപ്പോൾ അവർ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയോണ്ട് ആ 100 ദിർഹം സേവ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ നൈസായിട്ട് ആ കടയിൽ നിന്ന് പോകും. പിന്നെ എനിക്ക് അതിശയമായി തോന്നിയൊരു കാര്യം, ഈ ഒരു ഫുഡ് സ്റ്റോളാണ് കേട്ടോ. ഈ ഇരിക്കുന്നത് ചീസാണ്. ഞാൻ വിചാരിച്ചു എന്തൊരു പാത്രമാണെന്ന്, പക്ഷേ ചീസ് ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വീൽ എന്നാണ് അവർ പറയുന്നത്. അതിൽ നിന്ന് ചീസ് എടുത്തിട്ടാണ് അവർ ഈ പാസ്ത ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ശ്രീലങ്കൻ പവീലിയനിൽ ഒന്ന് എത്തി നോക്കിയിട്ട് പുറത്തേക്ക് പോന്നു. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബംഗ്ലാദേശ്, ഇത് രണ്ടും അടുത്തടുത്താട്ടോ. ബംഗ്ലാദേശ് അല്ല, ബംഗ്ലാദേശും ശ്രീലങ്കയും. അപ്പോൾ അങ്ങനെ രണ്ടും കണ്ടു. അത്ര കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ദെൻ ഐ ട്രൈഡ് ക്രോസ. ഇത് ക്രൊസോങ് ആണോ പിസ്സ ആണോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല, അവർക്ക് തന്നെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ക്രസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ക്രൊസോങ് പോലെയും അതിൻ്റെ ഒരു ടോപ്പ് ലെയർ വന്നിട്ട് ഒരു പിസ്സ പോലെയാണ്. ഒരു ക്രൊസോങ് പിസ്സ ഷേപ്പിൽ മോൾ ഭാഗം മിക്സ് ഓഫ് പിസ്സ ആൻഡ് ക്രൊസോങ്, അങ്ങനെ എന്തോ ആണ് കേട്ടോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇറ്റ്സ് വർത്ത് എ ട്രൈ. ഒരു തവണ നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ഡിഫറൻറ്റ് സാധനമായതുകൊണ്ട് അത്രേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. കുറച്ചൊരു മധുരവും ഒരു പുളിയും അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. പിന്നെ അവിടെ നമുക്ക് നല്ല നല്ല വാഷ്റൂംസും ഫീഡിങ് റൂമും ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഗുൽസുമണിക്ക് കുറച്ച് പാല് കൊടുക്കും. ദെൻ സിറിയലും കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ അവിടെ ഇങ്ങനൊരു സ്റ്റണ്ടൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കാണാം. അതിൽ ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിലേ സമയമില്ല, സോ അതിൻ്റെ ഉള്ളിൽ പോയില്ല. ആൻഡ് ഇവിടെ ഒരു ഹ്യൂജ് സ്റ്റേജ് ഉണ്ട്, അവിടെ എവറി ഡേ ഓരോ പ്രോഗ്രാംസ് നടക്കും. അപ്പോൾ ഇന്ന് അവിടെ എന്തോ ഒരു ഡാൻസ് പെർഫോമൻസ് ആണുള്ളത്. ഞാൻ പോയതിൻ്റെ ആ വീക്കെൻഡ് എന്തോ ദുൽഖർ സൽമാനൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ എവറി വീക്ക് ഇങ്ങനെ മൂവി പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റീസൊക്കെ അവിടെ വരും. അങ്ങനെ നടന്ന് നമ്മൾ എവിടെ എത്തി? ജപ്പാൻ്റെ ഒക്കെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തണതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു സ്പേസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കി ജപ്പാൻ പവീലിയൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അത്. കുട്ടികൾക്ക് JCB ട്രൈ ചെയ്യാം, എങ്ങനെ അത് വർക്ക് ചെയ്യണം, മണലൊക്കെ മാന്തി ഇങ്ങനെ ഇടാം. എന്ത് രസമല്ലേ ഇത്! ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ വേണ്ട, എത്ര കുട്ടികൾ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഈവൻ ഞാൻ അത് കണ്ടപ്പോൾ പോലും ഞാൻ ആഗ്രഹിച്ചു, കാരണം റിയൽ ലൈഫിൽ നമുക്കത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. സോ ഐ ഫെൽ സോ ഹാപ്പി. കുട്ടികൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഗുൽസ് കുറച്ചുകൂടി വലുതായിട്ട് വേണം. അന്നും ഇതുണ്ടെങ്കിൽ നമുക്ക് ഗുൽസിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം, ഗുൽസും എക്സ്പ്ലോർ ചെയ്യട്ടെ. അമ്മമാരെ അവർ കയറ്റെങ്കിൽ ഞാൻ നൈസായിട്ട് കയറും. പിന്നെ ഇന്ത്യൻ പവീലിയൻ ഞാൻ കയറി. ഭയങ്കര ഹ്യൂജാണ്, പക്ഷേ മോസ്റ്റ്ലി ക്ലോത്ത്സ് ആണ് കണ്ടത്. അതിൻ്റെ അടുത്തുള്ള ഒരു ദോശക്കടയിൽ പോയിട്ട് ഞങ്ങൾ ദോശ കഴിച്ചു. ദുബായി പോയിട്ടും എന്തിന് ദോശ കഴിക്കണമെന്ന് പലരും ആലോചിക്കും. അപ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും ഈ ഇങ്ങനത്തെ അല്ലാത്ത ഫുഡൊന്നും വേണ്ട, ദോശയും ഇതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിച്ചു. ഞാനും ദച്ചു സ്മൃതി ഞങ്ങൾ 3 പേരെ ജാടയൊക്കെ കാണിച്ച് ഈ ദോശയോ ചായയോ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് ഞങ്ങൾ ഫ്ലാറ്റ് ബർഗർ കഴിക്കാനായിട്ട് പോയി. സോ ഫ്ലാറ്റ് ബർഗർ ഭയങ്കര അടിപൊളിയായിരുന്നു, ഞങ്ങൾ കഴിച്ചു. പക്ഷേ തിരിച്ചു വന്നിട്ട് അവരുടെ ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ മണം അടിച്ചപ്പോൾ സത്യം പറയാലോ കൺട്രോൾ പോയിട്ട് ഞങ്ങൾ ദോശ കഴിച്ചു. ദോശ വാസ് റിയലി ഗുഡ്. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ദോശയിലേക്ക് വന്നു. അതിന് മുന്നേ ഫ്ലാറ്റ് ബർഗറിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേര് പറഞ്ഞു ഫ്ലാറ്റ് ബർഗർ അങ്ങനെയാണ്, സൂപ്പറാണെന്നൊക്കെ. അപ്പോൾ കുറേ നേരത്തെ വെയിറ്റ് ആൻഡ് ക്യൂവിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫ്ലാറ്റ് ബർഗർ കിട്ടിയത്. നല്ലൊരു രസമുള്ളൊരു ബാഗ് പോലത്തെ ഒരു തേർമൽ ബാഗ്, ഒന്നും പറയാൻ എനിക്കറിയില്ല, കുറച്ച് ചൂട് നിൽക്കുന്ന ബാഗാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടിട്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബർഗറാണ്. അപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് നിന്നെങ്കിലും നല്ല കിടലൻ ടേസ്റ്റുള്ള 2 ബർഗേഴ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ ഫ്ലാറ്റ് ബർഗർ ട്രൈ ചെയ്യണം. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ജാട കാണിച്ചെങ്കിലും ദോശയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു. ഇന്ത്യൻ പവീലിയൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദോശ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ക്യാൻ ബൈ ദാറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പോഴേക്കും സതീഷ് ചേട്ടൻ വേറെ എന്തോ ഒരു
സാധനം, എനിക്കിതിൻ്റെ പേര് ഓർമ്മയില്ല, ചിക്കനും ചീസും ഒക്കെ നിറഞ്ഞൊരു സംഭവമായിരുന്നു. പക്ഷേ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈ നെയ് റോസ്റ്റ് തീർക്കുന്നതിലായി. അതിനുശേഷം ഇറാൻ പവീലിയനിലേക്ക് പോയി. അവിടെയും എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനത്തെ ഈ ഫ്ലവർ വേസ് എന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ജാടയ്ക്ക് ഫ്ലവർ വാസ് എന്ന് പറയണം, അങ്ങനെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ നല്ല ക്യൂട്ട് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഗുൽസുവിന് പറ്റിയ സൈസ് ഉണ്ടോ നോക്കി, പക്ഷെ ഒന്നും തന്നെ അവൈലബിൾ അല്ല. ഉള്ളതിന് തന്നെ ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു. സോ അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു. പിന്നെ അവർ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു മിനി ഗാർഡൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കിഡ്ലൻ ആർട്ടിസ്റ്റ് ഇവർ. നല്ല ക്യൂട്ടായിരുന്നു. ഒരു സർക്കസ് തീമിലാണ് അവരെല്ലാവരും ഡ്രസ്സ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് സ്പോട്ട് ചൈന പവീലിയനിലായിരുന്നു. അവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയത് ഇങ്ങനെയൊക്കെ ഒരുപാട് നൈറ്റ് ഗൗൺസും നൈറ്റ് സൂട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ ഈ ഡ്രാമയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല നല്ല ഭംഗിയുള്ള നൈറ്റ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. ഈ സ്ട്രോബെറീൻ്റെ ഒരു ഡ്രസ്സിൻ്റെ അവിടെ കയറിയപ്പോൾ തന്നെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പം അത് എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ നൈറ്റ് ഡ്രസ്സ് എടുത്തു. കൂടെ എന്താ പറയുക, എൻ്റെ കസിൻസും വേറെ 2 നൈറ്റ് ഡ്രസ്സ് എടുത്തു കേട്ടോ. സോ അടുത്ത പവീലിയൻ ആഫ്രിക്കയാണ്. എനിക്ക് ഇതുവരെ പോയില്ല. അവിടെ അന്ന് ആ ദിവസം പോയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവീലിയൻ. എന്ത് രസമായിരുന്നു അറിയോ. അവിടുത്തെ ആൾക്കാരുടെ സംസാരവും അവരുടെ പെരുമാറ്റമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ കുറച്ച് ആദ്യം നമുക്കിങ്ങനെ വല്ലാണ്ട് അവർ നമ്മുടെ കൈയൊക്കെ പിടിച്ച് വലിക്കും കേട്ടോ. കുറേ ക്രീംസൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ടില്ല. ഇപ്പം എൻ്റെ കൈ പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തി കുറേ സ്ക്രബ്സും മോയ്സ്ചറൈസേഴ്സും ഒക്കെ അവരിങ്ങനെ ഷിയ ബട്ടറൊക്കെ ഇങ്ങനെ തേച്ച് തരുമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഇവരിങ്ങനെ പിടിച്ച് വലിക്കണം. പക്ഷെ നല്ല രസം അവരോട് സംസാരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആഫ്രിക്കൻ പവീലിയൻ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സ്ക്രബ്ബ്, ടേമറിക്കും എല്ലാം ഉള്ള ഒരു ടാനൊക്കെ പോകാനുള്ള ഒരു സ്ക്രബ്ബാട്ടോ പരട്ടി തരണം. ഗുൽസു അവിടെ സോഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അത് സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷം കൈ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടല്ലേ. എല്ലാവരുടെ കയ്യിലും പല പല മോയ്സ്ചറൈസേഴ്സ്, പല പല ബോഡി ബട്ടേഴ്സൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തിരുന്നിട്ട് ഞാൻ സ്ക്രബ്ബ് പരീക്ഷിക്കുകയായിരുന്നു. രസമുണ്ട്. പക്ഷേ സ്ക്രബ്ബ് ഞാൻ മേടിച്ചില്ല. ഞാൻ ഷിയ ബട്ടറിൻ്റെ ഒരു മോയ്സ്ചറൈസറും ഞാൻ മേടിച്ചു. അപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നി. ആ ഷിയ ബട്ടറിൻ്റെ മോയ്സ്ചറൈസർ ഭയങ്കര നല്ല മണാട്ടോ. നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ഫ്രീഗ്രൻസ് ആണ്. എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ മേടിച്ചു ഒരു ഷിയ ബട്ടറിൻ്റെ ക്രീമും. പിന്നെ പെട്ടെന്നാണ് സമയം പോയത്. അതിൻ്റെ ഒരു വിഷമാണ് എനിക്ക്. കാരണം 7 പവീലിയൻസിലേക്ക് കയറാൻ പറ്റിയുള്ളൂ. ഞങ്ങൾക്ക് ഗെയിംസ് കളിക്കണം. മൊറോക്കൻ പവീലിയൻ, തായ്ലൻഡ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പവീലിയനാന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് സമയമേ കിട്ടിയില്ല അങ്ങോട്ട് പോകാൻ. അതിൻ്റെ ഭയങ്കരമായ വിഷമമുണ്ട്. സോ നെക്സ്റ്റ് ഡേ വരാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇനി ഒരു ദിവസം ദുബായി പോകുമ്പോൾ വേണം ഗ്ലോബൽ വില്ലേജ് ഒന്നും കൂടി വിസിറ്റ് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് ഇനി ഒരുപാട് പവീലിയൻസ് കാണാനുണ്ട്, ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യാനുണ്ട്. സോ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ടു ബി ദെയർ. ഇത് ശരിക്കും ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്രയ്ക്ക് എൻജോയ് ചെയ്തു ഞാൻ. ഗുൽസ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉറക്കം വരാൻ തുടങ്ങി. ബിക്കോസ് ലേറ്റായി, 11 മണി കഴിഞ്ഞു. എന്തായാലും ഒരു ഹാപ്പി ഡേ ആയിരുന്നു. നമ്മൾ വിചാരിച്ചൊരു സ്ഥലത്ത് നമുക്ക് എത്തുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.